അബാബക്കർ. സോ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ടൂർ പോവാണ്. അതും എൻ്റെ ഉമ്മയുടെ ഫാമിലി ആയിട്ടാണ് ഞാൻ ടൂർ പോണത്. ഐ ആം സോ എക്സൈറ്റഡ്. ഞങ്ങൾ ടൂർ പോണത് എവിടേക്കാന്ന് വെച്ചാൽ മൂന്നാർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൂന്നാർ ഇത്ര വലിയ കാര്യമാണെന്ന്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് പോകണം, അതുകൊണ്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അങ്ങനെ പുലർച്ചെ 2 മണിക്ക് പോണ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണണത്. ഞാൻ വിചാരിച്ച എല്ലാവരും പുട്ടിയൊക്കെ അടിച്ച് നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് വരാമെന്ന്. പക്ഷേ ഞാൻ നല്ല പുട്ടിയൊക്കെ അടിച്ചിട്ട് വന്നതാണ്. പക്ഷെ ആരും പുട്ടിയൊന്നും അടിച്ചിട്ടില്ല. അവർ അവിടെ നിന്ന് പുട്ടി അടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ആ ഡ്രസ്സ് മാറ്റിയാൽ നല്ലതായിരുന്നു. കാരണം ഫ്രഷ് ആവുന്നിടത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടുത്തെ വെള്ളമൊക്കെ. അങ്ങനെ പറഞ്ഞിതാ രാവിലെ ആയിട്ടുണ്ട്, നമ്മൾ മൂന്നാർ എത്താനായിട്ടുണ്ട്. ഞാനൊക്കെ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആവുന്നിടത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ മൂന്നാർ നല്ല തണുപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷെ ഊട്ടിൻ്റെ കൊടൈക്കനാലിൻ്റെ അത്ര തണുപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ കോട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ എല്ലാവരും ഫ്രഷായി തിരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ പാക്കേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നു, എഗ്ഗ് കറി ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു. ഞാൻ വെള്ളപ്പാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറിയിട്ടുണ്ട്. പോണ വഴിക്ക് ഞങ്ങളിതാ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് പോണത്. ഞാൻ പുറത്തത്തെ വീഡിയോ എടുക്കണതിൽ ഷാല് പറഞ്ഞു ഇതൊന്ന് കാണിക്കാം. പക്ഷെ ഫസ്റ്റ് ഫ്ലോപ്പായിപ്പോയി, ചോക്ലേറ്റ് നല്ലത് വന്നില്ല. പിന്നെ സെക്കൻഡത്തെ പൊട്ടിച്ച് അവൾ കാണിച്ചു തന്നു. അത് ഏകദേശം വന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ കിസ്മി ക്ലോസ് റൈസ് അതൊക്കെ പാടിയിരിക്കുകയാണ്. അങ്ങനെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. തൈലത്തോട്ടമാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ കൂടുതൽ നമ്മൾ തേയിലത്തോട്ടമാണ് കൂടുതൽ കാണൽ. അപ്പം അതുതന്നെയായിരുന്നു കൂടുതൽ വ്യൂ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ കുതിര റൈഡൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിലൊന്നും കയറില്ല. പക്ഷെ വാവിച്ചൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഫോട്ടോഗ്രാഫറൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പക്ഷെ ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ആ സമയം എന്ന് പറയുന്നത് കുറച്ച് വെയിലൊക്കെ ഉള്ള സമയമാണ്. നല്ല തണുപ്പും ഉണ്ട്, പിന്നെ നല്ല വെയിലുണ്ട്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അവിടെ പിന്നെ നല്ല തിരക്കുണ്ട്, വണ്ടികൾ പോണ്. കുറച്ച് ചെറിയൊരു റോഡാണ് അവിടെ, അതുകൊണ്ടാണ് ഇത്രത്. അപ്പോൾ അവിടെ നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ ബസ്സൊക്കെ കുറേ ദൂരത്താണ് കൊണ്ടുപോയി നിർത്തില്ല. അപ്പോൾ കുറേ നടക്കാനുണ്ടായിരുന്നു. അതിന് കുറേ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ വന്നിട്ടുണ്ട്. അതിന് ബിസ്ക്കറ്റ് കഴിക്കണം. ബാക്കിയുള്ളവരൊക്കെ ഫോട്ടോ എടുക്കണ തിരക്കിൽ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ബസ്സിൽ വന്നിട്ടുള്ളൂ. കാരണം നല്ല കാല് കടയുണ്ടായിരുന്നു കുറേ നടന്നപ്പോൾ. പിന്നെ ഞങ്ങൾ ചായപ്പൊടിയൊക്കെ വിൽക്കണ ഫാക്ടറി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വീഡിയോ അലൗഡ് അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളിൽ. പക്ഷെ ഞാൻ എടുക്കുമ്പോഴാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തന്നെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ കാണുന്നതാണ് എക്കോ പോയിൻ്റ്. നമ്മൾ ഇവിടുന്ന് നല്ല ഒച്ച ഉണ്ടാക്കിയാൽ അവിടുന്ന് അപ്പുറത്തുനിന്ന് സൗണ്ട് വരും ഇതുപോലത്തത്. അപ്പോൾ അതാണ് എക്കോ പോയിൻ്റ്. അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് എക്കോ പോയിൻ്റ് അടുക്ക്. ഉമ്മച്ചും മോളൊന്നും വന്നിട്ടില്ല, കാരണം മോൾ ഉറങ്ങായിരുന്നു. അപ്പോൾ ഉമ്മച്ച് വന്നില്ല. അല്ലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളവിടെ വന്നിട്ട് അങ്ങനെ എക്കോ ഉണ്ടോയെന്ന് നോക്കായിരുന്നു, സൗണ്ടൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് അവിടെ ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് എല്ലാവരും എക്കോ ഉണ്ടോയെന്നൊക്കെ നോക്കുകയാണ്. പിന്നെ അവിടെ കുറേ ആൾക്കാർ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇതാക്കാനൊക്കെ. അവർ കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ അവിടുത്തെ ആ വ്യൂ ഉണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ.
അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിൽ വന്നു. അപ്പോൾ അനീഷ്കക്ക് ചോക്ലേറ്റും ലേസും മാഷ്മെല്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഷ്മെല്ലോ ലവിൻ്റെ പല കളറിലുള്ള ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ലേസായിരുന്നു ചുവപ്പും. അപ്പോൾ പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോഴാണ് ഒരു ബസ്സുമ്മേ എത്രയോ 7ഓ 8ഓ എത്രയോ കുരങ്ങന്മാർ നിൽക്കണ കണ്ടത്. അങ്ങനെ ഞങ്ങൾ പേടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്, ഞങ്ങളെ മേത്ത് ചാടുമോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ പാക്കേജാണല്ലോ എടുത്തിട്ടുള്ളത്, ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ ബിരിയാണി ആയിരുന്നു. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഇതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടം കണ്ടു. പിന്നെ ഞങ്ങളെല്ലാവരും ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഗാർഡനൊക്കെ ഉള്ളത് തന്നെ നല്ല പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ ചെടികളും ഒക്കെ മാത്രമായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറെ വേറെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. ഈ ഒരു വീഡിയോ നല്ല ലോങ്ങാണ്, ഞാൻ എത്ര കട്ട് ചെയ്ത് മാറ്റിയിട്ടും പിന്നെ ലോങ്ങാണ്. അപ്പോൾ ചെറുതായിട്ട് മ്യൂസിക് ഇട്ട് പോകുന്നുണ്ട്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൽ കയറില്ല, കാരണം നല്ല റേറ്റ് ഉണ്ട് കയറാൻ, ഒരാൾക്ക് കയറാൻ. അവിടെ പലതരത്തിലുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. സൺഫ്ലവർ വരെ അവിടെ ഉണ്ടായിരുന്നു. അത് സൺഫ്ലവർ തന്നെയാണെന്ന് അറിയില്ല, ഞാൻ ഈ വീഡിയോയിലുണ്ട്. സൺഫ്ലവർ ആണോ വേറെ ആണോ എന്നൊക്കെ അറിയില്ല കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജാണ് കാണണത്, ഞാൻ ഇപ്പോൾ കാണിച്ചത്. അവിടെ പലതരത്തിലുള്ള ചെടികൾ നല്ല രസമുണ്ടായിരുന്നു. ആ ഭാഗത്ത് നല്ല തണലുണ്ടായിരുന്നു കേട്ടോ, കാരണം കുറേ ചെടികളൊക്കെ ഉണ്ടായിട്ടാണ് തോന്നുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു, അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചില ഭാഗങ്ങളൊന്നും ഇത് ചേർക്കണില്ല, കാരണം അത്ര കുറേ സ്ഥലങ്ങളുണ്ട് കാണിക്കാൻ. അപ്പോൾ ചിലതൊന്നും ഉൾപ്പെടുത്തില്ല, കാരണം അത്ര ലോങ് ആയി പോവും. അങ്ങനെ ഞങ്ങൾ കുറേ ഭാഗത്ത് പോവുകയും ചെയ്തു. ഇനിയും കുറേ ഭാഗം പോവാനുണ്ട് ആ ഭാഗത്ത്. അപ്പം ഇനിയും വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്, കാരണം കുറേ കാണാനുണ്ട്. പക്ഷെ നല്ല രസമുള്ള ഭാഗമൊക്കെ ആയിരുന്നു. അപ്പോഴാണ് അവിടെ വെള്ളച്ചാട്ടമുള്ളത് കണ്ടത് ഗൈസ്. അവിടെ കുറേ നല്ല രസമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഇറക്കം അങ്ങോട്ട് പോകാൻ. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്, നല്ല തണുപ്പുള്ളത് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞ സൺഫ്ലവർ ആണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്ക് പോവുകയാണ്. നല്ല സൗണ്ട് ഉണ്ട് കേൾക്കാൻ. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അതിൽ പോയി കുളിക്കാൻ തോന്നുന്നുണ്ട്.
ഞങ്ങളവിടെ പോയപ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. കാരണം എനിക്ക് മടിയാണ്. ഷൂ ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അയച്ചിട്ട് പിന്നെ ഇടുന്ന ആലോചിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ അയച്ചില്ല. പോയി വെള്ളത്തിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഒന്ന് കൈയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇറങ്ങി കുളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. ഞാനതിൽ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഫോട്ടോസ് വീഡിയോസ് എടുത്ത് കൊടുക്കണ പണിയായിരുന്നു എൻ്റേത്. അത് ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിഞ്ഞ് കാലൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് ബസ്സിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി വരുമ്പോൾ തന്നെ ഇരുട്ടൊക്കെ ആവാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കണ ധൃതിയിലൊക്കെ ആയിരുന്നു. എല്ലാവരും നല്ല ഡാൻസിലായിരുന്നു. മോളൊക്കെ നല്ല അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവളെ ഫസ്റ്റത്തെ ടൂറായിരുന്നു അത് മോളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും വിചാരിച്ചു പോണ വഴിക്ക് ഒന്ന് ചായ കുടിക്കാൻ. ആ ചായ കുടിക്കുന്ന സ്ഥലത്ത് വ്യൂ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി. എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കോണൊക്കെ ചിലർ വാങ്ങി, ഞാൻ വാങ്ങിച്ചില്ല. ഞങ്ങളെല്ലാവരും കോഫി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മാഗി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അൽഫാം ഉണ്ടായിരുന്നു, കുബൂസ് ഉണ്ടായി, ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മൂന്നാർ വീടാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ടൂറൊക്കെ കഴിഞ്ഞു.